ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ലെക്ചറിൽ നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ ബേസിക് ഫിഗറും ഒരു പ്രോബ്ലവും നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ ഇന്ന് ആ ബേസിക് ഫിഗറിനകത്തൊരു അഡീഷണലായിട്ട് ഒരു കാര്യം കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്ത് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ട്രേസ് എന്ന് പറയും. ട്രേസസ്, TRACES, ട്രേസസ്. അപ്പോൾ എന്താണ് ട്രേസ്, അല്ലെങ്കിൽ ഏതൊക്കെ ട്രേസസ് ഉണ്ട്, എന്താണ് ഈ ട്രേസ് എന്ന് പറയുന്നത്, അത് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്നുള്ളത്. അപ്പം ട്രേസ്, TRACE, ട്രേസസ്. അപ്പം എന്താണ് ട്രേസസ് എന്നുള്ളത് അറിയണം. അപ്പം നമുക്ക് രണ്ട് ട്രേസുകളാണുള്ളത്. ഫസ്റ്റ് ട്രേസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ട്രേസ്. ഹൊറിസോണ്ടൽ ട്രേസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് HT എന്നാണ്. ഹൊറിസോണ്ടൽ പ്ലെയിൻ HP എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്നത് HT. ദെൻ സെക്കൻഡ് വൺ വെർട്ടിക്കൽ ട്രേസ്. വെർട്ടിക്കൽ ട്രേസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് VT. അപ്പം അങ്ങനെ നമുക്ക് രണ്ട് ട്രേസസുകളാണ് ഉള്ളത്, ഹൊറിസോണ്ടൽ ട്രേസ് ആൻഡ് വെർട്ടിക്കൽ ട്രേസ്. അപ്പോൾ എന്താണ് ഈ ട്രേസ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ഹൊറിസോണ്ടൽ ട്രേസ് അല്ലെങ്കിൽ എന്താണ് വെർട്ടിക്കൽ ട്രേസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ട്രേസ്, ഹൊറിസോണ്ടൽ ട്രേസ്, വെർട്ടിക്കൽ ട്രേസിൽ എന്താണ് ട്രേസ്? അപ്പം ഈ ട്രേസ് സാധാരണ വരുന്നത് ഈ ലൈൻ ഇൻക്ലൈൻ ചെയ്ത് പൊസിഷൻസിൽ നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഇൻക്ലൈൻഡ് ലൈൻസിൻ്റെ കേസിൽ നമുക്ക് ട്രേസസ് കൂടി വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ട്രേസസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ്. അപ്പോൾ എന്താണ് ട്രേസ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്? ഇപ്പോൾ സപ്പോസ് ഇതൊരു ലൈനാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പെൻസിൽ ഞാൻ പിടിച്ചേക്കുന്നു, പെർപെൻഡിക്കുലറായിട്ട് അല്ലെങ്കിൽ ഈ പെൻസിൽ പിടിച്ചേക്കുകയാണെങ്കിൽ ഇതിപ്പോൾ താഴെയുള്ള ഈ ഒരു സർഫസ് ഹൊറിസോണ്ടൽ പ്ലെയിനായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൻസിൽ, ഇപ്പോൾ ഞാൻ ഈ പെൻസിൽ പാരലല്ല, ഇങ്ങനെ ചരിച്ചാണ് പിടിച്ചേക്കുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനായിട്ട് ചരിച്ചെന്ന് നോക്കിയാൽ പോയിൻ്റ് ചെയ്ത് ആണ് നിൽക്കുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനെ ടച്ച് ചെയ്തിട്ടില്ല, എൻ്റെ കൈക്ക് ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ, ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ലൈനിനെ ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് എവിടെയാണോ ആ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ പോയി മീറ്റ് ചെയ്യുന്നത് ആ പോയിൻ്റ് ആയിരിക്കും ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ നമ്മൾ ലൈൻ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഇംഗ്ലണ്ട് HP, ഇംഗ്ലണ്ട് VP ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നിൽക്കുന്ന ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ ആ ലൈൻ പോയി പ്ലെയിനിൽ, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ഹൊറിസോണ്ടൽ ട്രേസ് എന്നും, ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പം എപ്പോഴെങ്കിലും അത് വെർട്ടിക്കൽ പ്ലെയിനിൽ, ഇപ്പോൾ വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ടെങ്കിൽ എന്ന് വിചാരിക്കും, ഇപ്പോൾ ഇങ്ങനെയാണ് ലൈൻ നിൽക്കുന്നതെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ പോയി മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ വെർട്ടിക്കൽ ട്രേസ് എന്നും പറയും. അപ്പോൾ ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനിലോട്ടോ വെർട്ടിക്കൽ പ്ലെയിനിലോ മീറ്റ് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ ചില കേസിൽ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഈ ലൈൻ ഞാനിതേ ഈ സർഫസിൽ ഇങ്ങനെ പോയിന്റ് ചെയ്ത് ടച്ച് ചെയ്ത് നിർത്തിയേക്കാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ വന്ന് മീറ്റ് ചെയ്തേക്കുന്ന ഈ പോയിന്റ് തന്നെ ആയിരിക്കും എന്ത്, ഹൊറിസോണ്ടൽ ട്രേസ്. കാരണം എന്താ, ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് അവിടെ വന്ന് ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ട്രേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഏത് ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ലൈൻ മീറ്റ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനിലെ പോയിന്റിനെ നമ്മൾ ഹൊറിസോണ്ടൽ ട്രേസ് എന്നും, ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അല്ലാതെ വന്ന് ഡയറക്റ്റ്ലി മീറ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ പ്ലെയിനിലെ പോയിന്റിനെ നമ്മൾ വെർട്ടിക്കൽ ട്രേസ് എന്നും പറയും. ഇപ്പോൾ ഞാനത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഇവിടെ ഒരു ക്വാർട്ടർ സിസ്റ്റം വരച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ക്വാർട്ടർ സിസ്റ്റം ജസ്റ്റ് ഒന്ന് വരച്ചു. ഒരു ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഇത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനും ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനും കൺസിഡർ ചെയ്യുന്നു. ഇത് നമ്മുടെ XY ഈ ലൈൻ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ക്വാർട്ടർ ഞാനൊന്ന് കൺസിഡർ ചെയ്തു. ഞാൻ ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ ഒരു ലൈനിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഒരു ലൈൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇത് ഇങ്ങനെ ഒരു ലൈൻ നിൽക്കുകയാണ്, ഒരു പെർട്ടിക്കുലർ ആംഗിൾ. അത് ഇൻക്ലിനേഷൻ വിത്ത് HP ഇവിടെയുണ്ട്, ഇൻക്ലിനേഷൻ വിത്ത് VP നമുക്ക് ഇവിടെയും കാണാൻ പറ്റും, തീറ്റയും ഫൈയും ഉള്ളൊരു ആംഗിൾ. അപ്പോൾ ഈ ലൈനിൻ്റെ ട്രേസ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ട്രേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തത്, ഓക്കെ, ഇതിപ്പോൾ ഒരു ലൈൻ AB ആണെങ്കിൽ ഇത് ലൈൻ, ഇത് പോയിൻറ്റ് A, ഇത് പോയിൻറ്റ് B, ഇതൊരു ലൈൻ AB ആണെങ്കിൽ ഈ ലൈനിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ, ഇപ്പോൾ ഹൊറിസോണ്ടൽ ട്രേസ് കിട്ടണമെങ്കിൽ ഈ ലൈനിനെ ഏത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടച്ച് ചെയ്യണം, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ ആ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താൽ, ഇപ്പോൾ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് ജസ്റ്റ് കാണിക്കാം, എപ്പോഴാണ് അത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വന്ന് മീറ്റ് ചെയ്തത് താഴോട്ട് എക്സ്റ്റെൻഡ്, അതാണ് ഹൊറിസോണ്ടൽ ട്രേസ്.
വെർട്ടിക്കൽ ട്രേസ് കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ലൈനിനെ വെർട്ടിക്കൽ പ്ലെയിനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഇതിപ്പം ഈ ലൈനിന് താഴോട്ട് ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിനിൽ മീറ്റ് ചെയ്യില്ല. വെർട്ടിക്കൽ പ്ലെയിനിൽ മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. സോ ഇത് വെർട്ടിക്കൽ പ്ലെയിനയിൽ എവിടെയാണോ വന്ന് വെർട്ടിക്കൽ പ്ലെയിൻ നമ്മുടെ ഈ പ്ലെയിനയിൽ വന്ന് മീറ്റ് ചെയ്യുന്നത് അതായിരിക്കും വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതാണ് ഹൊറിസോണ്ടൽ ട്രേസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രേസസ് 2 ട്രേസസ് ഉണ്ട്. വൺ ഈസ് ഹൊറിസോണ്ടൽ ട്രേസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് HT എന്നാണ്. രണ്ടാമത്തെ വെർട്ടിക്കൽ ട്രേസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് VT. അപ്പോൾ എന്താണ് ട്രേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൈൻ നമ്മുടെ പെർട്ടിക്കുലർ ആംഗിളിൽ ഇരിക്കുന്ന ലൈൻ വന്ന് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണോ അതാണ് ഹൊറിസോണ്ടൽ ട്രേസ്. അത് വെർട്ടിക്കൽ പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് വെർട്ടിക്കൽ ട്രേസ്. അപ്പോൾ ചില കേസിൽ ലൈൻ ഈ പറയുന്ന പ്ലെയിനിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്ലെയിനിൽ കൂടെ പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് പാസിങ് പോയിന്റ് ആയിരിക്കും നമ്മുടെ ട്രേസ് എന്ന് പറയുന്നത്. ചില കേസിൽ എന്തായിരിക്കും ആ ലൈൻ ആ ഒരു ക്വാഡ്രന്റിലെ സ്പേസിലായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ ട്രേസ് കിട്ടാനായിട്ട് ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. വെർട്ടിക്കൽ ട്രേസ് കിട്ടാൻ വെർട്ടിക്കൽ പ്ലെയിനിലോട്ട് ആ ലൈനെ എക്സ്റ്റെൻഡ്. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്താൽ പോയി മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ട്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 ട്രേസസ് ഉണ്ട്. ഹൊറിസോണ്ടൽ ട്രേസും ഉണ്ട്, വെർട്ടിക്കൽ ട്രേസും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വരയ്ക്കാം? ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഹൊറിസോണ്ടൽ ട്രേസ് വരയ്ക്കുന്നതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ട്രേസ് നമ്മുടെ റഫ് സ്കെച്ച് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആ റഫ് സ്കെച്ചിൽ നമ്മൾ എങ്ങനെയാണ് ട്രേസ് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്ന്, അതായത് നമ്മുടെ റഫ് സ്കെച്ചിൽ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഫിഗറിൽ ടൈംസ് കാര്യങ്ങൾ വരയ്ക്കുന്നത് നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഈ ട്രേസും കൂടെ മാർക്ക് ചെയ്യുന്ന മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലത്തിലും അതേ രീതി ഫോളോ ചെയ്താൽ മതി ട്രേസ് മാർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ട്രേസ് മാർക്ക് ചെയ്യുന്നത് HT ഹൊറിസോണ്ടൽ ട്രേസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, ഹൊറിസോണ്ടൽ ട്രേസ് മാർക്ക് ചെയ്യുന്നത് ഞാൻ പറയുന്നത് കേൾക്കണം എങ്ങനെയാണെന്നുള്ളത്. സോ ട്രേസ് മാർക്ക് ചെയ്യാൻ ഹൊറിസോണ്ടൽ ട്രേസ് മാർക്ക് ചെയ്യാനായിട്ട് have to extend A', B' ലൈൻ. A', B' എന്ന് നമ്മുടെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടും. അപ്പോൾ A', B' ലൈനിനെ എവിടോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക? XY ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. XY ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് H' എന്ന് പേര് കൊടുക്കുക. ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ ദർ. ആ പോയിന്റിൽ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ദെൻ ആ ലൈനിലോട്ട് AB ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുക. മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ ഹൊറിസോണ്ടൽ ട്രേസ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു നോട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതെങ്ങനെയാണെന്നുള്ള നമുക്ക് ഫിഗറിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടും. ഇതാണ് ഹൊറിസോണ്ടൽ ട്രേസ് വരയ്ക്കുന്ന മാർഗ്ഗം. ഹൊറിസോണ്ടൽ ട്രേസ് വരയ്ക്കുക. HT വരയ്ക്കാനായിട്ട് ഹൊറിസോണ്ടൽ ട്രേസ് വരയ്ക്കാനായിട്ട് നമ്മൾ ഫ്രണ്ട് വ്യൂ പ്രൊജക്റ്റ് ചെയ്ത ലൈൻ്റെ A', B' എന്ന് പറഞ്ഞാൽ എന്താ? ലൈൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. സോ ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. XY ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്ത് അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണോ ആ പോയിന്റിന് H', സ്മോൾ ലെറ്റർ H' എന്ന് പേര് കൊടുക്കുക. ദെൻ ആ പോയിന്റിൽ ഒരു വെർട്ടിക്കൽ, അതിനെ ഞാൻ ഇങ്ങനെ കാണിച്ചു, ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ദെൻ ആ വെർട്ടിക്കൽ ലൈനിലോട്ട് നമ്മുടെ ടോപ്പ് വ്യൂ AB ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന പോയിന്റാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ട്രേസ്. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടത്തില്ല. ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. നോക്കി, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ട്രേസ് മാർക്ക് ചെയ്യാനായിട്ട് ഹൊറിസോണ്ടൽ ട്രേസ് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഹൊറിസോണ്ടൽ ട്രേസ് മാർക്ക് ചെയ്യാൻ ആദ്യം എന്താ എക്സ്റ്റെൻഡ് ചെയ്ത്? A', B' ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. നമ്മുടെ A', B' ലൈൻ ഇവിടെ നമുക്ക് ഫൈനൽ ഫിഗറിൽ കിട്ടി നമ്മുടെ ഫ്രണ്ട് വ്യൂ A', B'. മാറിപ്പോയത് ഈ ഓറഞ്ച് കളറിലുള്ള നമ്മുടെ ട്രൂ ലെങ്ത് ലൈനും ഇവിടെ A', B' ലൈനും ഉണ്ട്. രണ്ടും തമ്മിൽ നിങ്ങൾ ട്രേസ് വരയ്ക്കാൻ സാധാരണ സ്റ്റുഡൻസിന് വരുന്നത് രണ്ടും തമ്മിൽ അങ്ങ് മാറിപ്പോവും. പെട്ടെന്ന് തന്നെ സ്കെയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ട്രൂ ലെങ്ത് ലൈനെ വെച്ച് അങ്ങ് വരയ്ക്കും. അതല്ല, നമുക്ക് വേണ്ടുന്നത് A', B' ലൈൻ. ഇവിടെ ഡാർക്ക് കളറിലുള്ള നമ്മുടെ ഫ്രണ്ട് വ്യൂവിനെ വേണം എക്സ്റ്റെൻഡ് ചെയ്യാൻ. സോ A', B' ലൈനിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? XY ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. നോക്കി, ഒരു ലൈറ്റ് ലൈനായിട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. XY ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ ആണല്ലോ? സോ എക്സ്റ്റെൻഡ് ചെയ്താൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നോക്കി, A', B' ലൈനിനെ XY ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. മീറ്റ് ചെയ്യുന്ന പോയിന്റിന് എന്ത് പേര് കൊടുക്കുക? H' എന്ന് പേര് കൊടുക്കുക. സോ ഇവിടെ കിട്ടിയ ഈ പോയിന്റിന് ഞാൻ പേര് കൊടുക്കുന്നു. ഇറ്റ് ഈസ് H', സ്മോൾ ലെറ്റർ H'. ഇതാണ് നമ്മുടെ സ്മോൾ ലെറ്റർ H'. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ? H' എന്ന് പേര് കൊടുത്താൽ അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ആ കിട്ടിയ പോയിന്റിൽ മീറ്റ് ചെയ്ത പോയിന്റിൽ എന്ത് ചെയ്യണം? ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. സോ ഇത് നമ്മുടെ H'. സോ H'-ൽ ഞാനൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ഒരു വെർട്ടിക്കൽ ലൈൻ വെറുതെ വരച്ചിട്ട് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ആ വെർട്ടിക്കൽ ലൈനിലോട്ട് നമ്മുടെ ടോപ്പ് വ്യൂ ABയെ എക്സ്റ്റെൻഡ് ചെയ്ത് മീറ്റ് ചെയ്യിപ്പിക്കുക. നോക്കി, നമ്മുടെ ടോപ്പ് വ്യൂ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ AB ലൈൻ. അവിടെ മാറിപ്പോകരുത്. ഈ ബ്ലാക്ക് കളറുള്ള നമ്മുടെ ടോപ്പ് വ്യൂ വേണം എടുക്കാനായിട്ട്.
അപ്പോൾ ഈ വരച്ച വെർട്ടിക്കൽ ലൈനിലോട്ട് എ ബിയെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാം. നോക്കി, എ ബിയെ എവിടെയാണോ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് അതായിരിക്കും നമ്മുടെ ട്രേസ്. സോ എ ബി ലൈനെ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. സോ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരു പോയിൻ്റ് കിട്ടിയതേ. ഈ പോയിൻ്റാണ് എന്ത്, നമ്മുടെ ട്രേസ്. ഏത് ട്രേസാ? ഹൊറിസോണ്ടൽ ട്രേസ്. ദിസ് പോയിൻ്റ് ഈസ് എച്ച് ടി. നമ്മുടെ ഹൊറിസോണ്ടൽ ട്രേസ് നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? ഇതേപോലെ ഇതിന് നേരെ സിമിട്രി ആയിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരും നമ്മുടെ വെർട്ടിക്കൽ ട്രേസ് വരയ്ക്കുന്നത്. നോക്കി, വെർട്ടിക്കൽ ട്രേസ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെർട്ടിക്കൽ ട്രേസ് എങ്ങനെയാണ് വരയ്ക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കി, ഹൊറിസോണ്ടൽ ട്രേസ് വരയ്ക്കാൻ നമ്മൾ എ ഡാഷ് ബി ഡാഷ് ലൈനെയാണ് എക്സ്റ്റെൻഡ് ചെയ്തതെങ്കിൽ വെർട്ടിക്കൽ ട്രേസ് വരയ്ക്കാൻ അതിന് നേരെ തിരിച്ചെടുക്കുക. ഏതാ? നമ്മുടെ ടോപ്പ് വ്യൂ എടുക്കുക. എ ബി ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുക എക്സ് വൈ ലൈൻ വരെ. ഇവിടെ എ ഡാഷ് ബി ഡാഷിനെ എക്സ് വൈ ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ എ ബി ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക എക്സ് വൈ ലൈനിലും വരെ. മീറ്റ് ചെയ്യുന്ന പോയിന്റിന് സ്മോൾ ലെറ്റർ വി എന്ന് പേര് കൊടുക്കുക. നൊട്ടേഷന് സ്മോൾ ലെറ്റർ വി. ദെൻ ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഇവിടെ ചെയ്തതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ആ വെർട്ടിക്കൽ ലൈനിലോട്ട് എ ഡാഷ് ബി ഡാഷിനെ മീറ്റ് ചെയ്യിപ്പിക്കുക. ഇവിടെ എ ബി ആണ് മീറ്റ് ചെയ്യിപ്പിച്ചെങ്കിൽ ഇവിടെ എ ഡാഷ്. നേരെ ഓപ്പോസിറ്റ്, ഈ ചെയ്ത പ്രോസസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നു, വെർട്ടിക്കൽ ട്രേസ് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്നറിയാം. ഈ നൊട്ടേഷൻ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ എച്ച് ഡാഷും ഇവിടെ വിയും ആണ് കൊടുക്കുന്നതെന്നുള്ളത് മാത്രം. അപ്പോൾ ഹൊറിസോണ്ടൽ ട്രേസ് കിട്ടണമെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് എ ഡാഷ് ബി ഡാഷിനെയാണ്. എക്സ് വൈ ലൈനിലോട്ട് മീറ്റ് ചെയ്യിപ്പിക്കുക. മീറ്റ് ചെയ്ത പോയിന്റിന് എച്ച് ഡാഷ് എന്ന് പേര് കൊടുക്കുക. വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അതിലോട്ട് എ ബിയെ മീറ്റ് ചെയ്യിപ്പിക്കുക. നോക്കി, എ ഡാഷ് ബി ഡാഷ് ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. മീറ്റ് ചെയ്ത പോയിന്റിന് എച്ച് ഡാഷ് എന്ന് പേര് കൊടുത്തു. അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. അതിലോട്ട് എ ബിയെ എക്സ്റ്റെൻഡ് ചെയ്തു. എ ബി ആ വെർട്ടിക്കൽ ലൈനിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ മേളിലാകാം താഴെയാകും, ഈ ഒരു ലൈനിൽ എവിടെയാണോ എ ബി നമ്മുടെ ടോപ്പ് വ്യൂ മീറ്റ് ചെയ്യുന്നത് ആ പോയിൻ്റാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ട്രേസ്. അതിന് ഓപ്പോസിറ്റായിട്ട് വെർട്ടിക്കൽ ട്രേസ്. വെർട്ടിക്കൽ ട്രേസ് വരയ്ക്കാൻ ആദ്യം എന്ത് ചെയ്യണം? എ ബിയെ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ട്രേസ് അതിന് വരയ്ക്കാൻ പോകുന്നത്. സോ വെർട്ടിക്കൽ ട്രേസ് ഞാൻ ഇതിനകത്തിലെ റഫ് സ്കെച്ചിൽ വരയ്ക്കാൻ പോവാണ്. സോ വെർട്ടിക്കൽ ട്രേസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേണ്ടേ എ ബി ലൈനെ എച്ച് ടി കിട്ടാനായിട്ട് ഇവിടെ വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ആ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനെ ഇപ്പോൾ ഇതിനകത്തിൽ ശകലം ഡിസ്റ്റൻസിൻ്റെ പ്രശ്നമുണ്ട്. സോ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. നമുക്കിവിടെ സ്പേസ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എ ബി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ എ ബി ലൈനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇതേണ്ടേ എ ബി ലൈനെ എക്സ്റ്റെൻഡ് ചെയ്തു. നമ്മൾ നേരത്തെ ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എച്ച് ഡി 10. ആ ലൈനെ ബാക്കിയും കൂടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. എക്സ് വൈ ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കി, എ ബിയെ എക്സ് വൈ ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. കിട്ടുന്ന പോയിന്റിന് പേര് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടുന്ന പോയിന്റിന് സ്മോൾ ലെറ്റർ വി എന്ന് പേര് കൊടുത്തു. അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. സോ ഞാനിവിടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുകയാണ്. ഈ മീറ്റ് ചെയ്ത അല്ലെങ്കിൽ ഈ കിട്ടിയ പോയിന്റിൽ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ. വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഓക്കെ, സോ അവിടെ വെർട്ടിക്കൽ ലൈൻ വരച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താ? ആ പോയിന്റിലോട്ട് വെർട്ടിക്കൽ ലൈൻ വരച്ച് കിട്ടിയ പോയിന്റിലോട്ട് വെർട്ടിക്കൽ ലൈൻ കിട്ടിയ വെർട്ടിക്കൽ ലൈൻ വരച്ച ആ ലൈനിലോട്ട് എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മൾ എ ഡാഷ് ബി ഡാഷിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വരെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനെ എന്ത് ചെയ്യാൽ മതി? ഈ വെർട്ടിക്കൽ ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ മതി. ഇപ്പോൾ എ ഡാഷ് ബി ഡാഷ് ലൈൻ ഏതാണ്? എ ഡാഷ് ബി ഡാഷ്. സോ ആ ലൈനിനെ അതിലോട്ട് നമ്മുടെ വെർട്ടിക്കൽ ലൈനിലോട്ട് ഇപ്പോൾ വരച്ച വെർട്ടിക്കൽ ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓൾറെഡി നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എച്ച് ഡാഷ് വരെ. സോ ബാക്കി താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. നമുക്ക് മീറ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടും. സോ ഈ പോയിൻ്റാണ് നമ്മുടെ വെർട്ടിക്കൽ ട്രേസ്. നോക്കിയേ, ഇപ്പം ഞാൻ ഈ വരച്ച റഫ് സ്കെച്ചിൽ രണ്ടും എക്സ് വൈ ലൈനിന് താഴെ വന്നു. അതങ്ങനെ വരണമെന്നൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ഇത് എക്സ് വൈ ലൈനിന് മേളിൽ പോകാം, ചിലപ്പോൾ ഒരെണ്ണം മേളിൽ ഒരെണ്ണം താഴെയും വരാം. അതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൾ ഇവിടെ നമ്മൾ വരയ്ക്കുന്നതനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാനിത് റഫ് സ്കെച്ച് വെറുതെ വരച്ചാണ്. അപ്പോൾ നിങ്ങൾ റഫ് സ്കെച്ച് വരയ്ക്കുമ്പോൾ ചുമ്മാ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് ഓപ്പോസിറ്റായിട്ട് വരാം. അതല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബ്ലത്തിൽ എച്ച് ടി മുകളിലും വി ടി താഴെയായിട്ട് വരാം, അല്ലെങ്കിൽ രണ്ടും മുകളിലുമായിട്ട് വരാം, രണ്ടും എക്സ് വൈ ലൈന് താഴെയായിട്ട്. അതെല്ലാം നമ്മുടെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേസസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറഞ്ഞാൽ ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. വെർട്ടിക്കൽ ട്രേസ് എന്ന് പറഞ്ഞാൽ ലൈൻ വെർട്ടിക്കൽ പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. നമുക്ക് രണ്ട് ട്രേസസ് വരയ്ക്കാൻ നിങ്ങളോട് ചോദിക്കാം. പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യുമ്പോൾ പറയും ഡ്രോ ഇറ്റ്സ് ട്രേസസ് എന്ന് പറയും. ഇപ്പോൾ നമുക്കുള്ളത് ഇവിടെ ഞാൻ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരു എ ബി ലൈൻ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഹൊറിസോണ്ടൽ പ്ലെയിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എച്ച് ടി എന്നും വെർട്ടിക്കൽ പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ
വി ടി എന്ന് പറയും. അപ്പോൾ ഈ പോയിന്റുകളാണ് നമ്മൾ വരയ്ക്കേണ്ടത്. സോ ആ പോയിന്റുകൾ വരയ്ക്കാനായിട്ടുള്ള മെത്തേഡാണ് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക. ഹൊറിസോണ്ടൽ ട്രൈസസ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ A', B' ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത XY ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന പോയിന്റിന് H' എന്ന് പേര് കൊടുക്കുക. അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അതിലോട്ട് AB എക്സ്റ്റെൻഡ് ഒരെണ്ണം പഠിച്ചു വെക്കുക. A', B' നമ്മുടെ ഫ്രണ്ട് വ്യൂവിനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് H' എന്ന് പേര് കൊടുക്കുക. അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അതിലോട്ട് നമ്മുടെ ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റ് ആയിരിക്കും ഹൊറിസോണ്ടൽ ട്രേസ്. അപ്പോൾ വെർട്ടിക്കൽ ട്രേസോ അതിന് നേരെ ഓപ്പോസിറ്റാണ്. A', B' പകരം AB ടോപ്പ് വ്യൂവിനെ XY ലൈനോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. മീറ്റ് ചെയ്യുന്ന പോയിന്റിന് ഇവിടെ H' ആണ് കൊടുത്തെങ്കിൽ ഇവിടെ സ്മോൾ ലെറ്റർ V കൊടുക്കുന്നു. ദെൻ ഒരു വെർട്ടിക്കൽ ലൈൻ ആ പോയിന്റിൽ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ഇവിടെ AB ആണ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ പകരം എന്ത് ചെയ്യുക A', B' എക്സ്റ്റെൻഡ് ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റ് നോക്കി. AB ആദ്യം എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ടോപ്പ് വ്യൂ AB എക്സ്റ്റെൻഡ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി HT കിട്ടാൻ ഇവിടെ വരെ വരച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി XY ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. കിട്ടുന്ന പോയിന്റിന് സ്മോൾ ലെറ്റർ V എന്ന് പേര് കൊടുത്തു. ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ. സോ അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ദെൻ അതിലോട്ട് A', B' എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മൾ A', B' ലൈനിൽ ഓൾറെഡി നമ്മളൊരു ട്രേസ് വരയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ട്രേസ് വരച്ച് കഴിയുമ്പോൾ മറ്റേ ട്രേസിൻ്റെ പകുതി നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. സോ നോക്കി A', B' ലൈനെ ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബാക്കി താഴോട്ടൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെർട്ടിക്കൽ ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് VTയും കിട്ടും. അപ്പം ഇതിലേതെങ്കിലും ഒരെണ്ണം കാണാൻ പഠിക്കുക. അതിന് ഓപ്പോസിറ്റാണ് മറ്റേതെന്ന് ഓർത്തിരിക്കുക. ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസ്. ഇനി നമുക്ക് ഈ ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും നമ്മുടെ ഈ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ മുമ്പ് കഴിഞ്ഞ ഇതിൽ ഒരു പ്രോബ്ലം ചെയ്തിരുന്നില്ലേ, നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലമായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനകത്തിൽ ട്രേസസ് വരയ്ക്കാൻ പറ്റുന്നുള്ളൂ. നമ്മൾ ട്രേസസിനെ പറ്റി കൺസിഡർ ചെയ്തില്ല, അല്ലാതെയാണ് നമ്മൾ ഈ ഫിഗർ വരച്ചത്. ട്രേസസ് വരയ്ക്കാനുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഞാൻ ഈ മെത്തേഡ് ഇവിടെ നമ്മുടെ ട്രേസസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളും നിങ്ങളുടെ വരച്ച റഫ് സ്കെച്ചിൽ ഈ ട്രേസസ് ഇവിടെ മാർക്ക് ചെയ്യുക. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കേണ്ട, ജസ്റ്റ് ആ ലൈനിൻ്റെ ഓറിയൻറ്റേഷൻസ് കാണിച്ചാൽ മതി. സ്പേസ് ഒന്നും നമുക്ക് റഫ് സ്കെച്ചിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ ഓർത്തിരിക്കാൻ A', B' ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് H' എന്നും അവിടെ വെർട്ടിക്കൽ ലൈനും അതിലോട്ട് AB എക്സ്റ്റെൻഡ് ചെയ്ത് ഹൊറിസോണ്ടൽ ട്രേസ്. ദെൻ AB എക്സ്റ്റെൻഡ് ചെയ്യുന്നു XY ലൈൻ വരെ. കിട്ടുന്ന പോയിന്റിന് സ്മോൾ ലെറ്റർ V അവിടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അതിലോട്ട് A', B' എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന പോയിന്റ് വെർട്ടിക്കൽ ട്രേസ്. സോ ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും. ഇനി നമ്മുടെ ആ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ആ ട്രേസ് ഒന്ന് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വരയ്ക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ട്രേസാണ്. അപ്പോൾ എന്തായിരുന്നു ഹൊറിസോണ്ടൽ ട്രേസ് വരയ്ക്കാനുള്ള മെത്തേഡ് ഓർത്ത് നോക്കി. ഹൊറിസോണ്ടൽ ട്രേസ് HT എങ്ങനെയാണ് വരയ്ക്കുന്നത്? HT വരയ്ക്കാനായിട്ട് ആദ്യം ഒരെണ്ണം കാണാൻ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. HT വരയ്ക്കാനായിട്ട് ഫസ്റ്റ് A', B' ലൈനിനെ XY ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. കിട്ടുന്ന പോയിന്റിന് H' എന്ന് പേര് കൊടുക്കുക. അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അതിലോട്ട് AB ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുക. ക്ലിയർ ആണോ? അപ്പം ഞാനിവിടെ വരയ്ക്കാൻ പോവാണ്. ഓൾറെഡി നമുക്കിവിടെ ഫ്രണ്ട് വ്യൂ കിട്ടിയായിരുന്നു A', B'. സോ ഫ്രണ്ട് വ്യൂ കിട്ടി. സോ ഫ്രണ്ട് വ്യൂവിനെ ഞാൻ XY ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ലൈറ്റ് ലൈൻസ് ആണ് നമ്മൾ വരയ്ക്കുന്നത് നമുക്ക് ട്രേസ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഫ്രണ്ട് വ്യൂവിനെ ഞാൻ XY ലൈനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എനിക്കിവിടെ ഒരു പോയിന്റ് കിട്ടി. ഈ പോയിന്റിൻ്റെ പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് H'. ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് H'. ഇനി എന്ത് ചെയ്യുക? അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അതാണ് സ്റ്റെപ്പ്. A', B' ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. XY ലൈൻ വരെ. കിട്ടുന്ന പോയിന്റിന് H' എന്ന് പേര് കൊടുത്തു. അവിടെ വെർട്ടിക്കൽ ലൈൻ വരച്ച് അതിലോട്ട് AB മീറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാൻ പോവാണ്. സോ ഞാൻ അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇനി ആ വെർട്ടിക്കൽ ലൈനിലോട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ടോപ്പ് വ്യൂവിലെ AB ലൈൻ, നമ്മുടെ ടോപ്പ് വ്യൂ ഇതാണ്. സോ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുക. സോ ഞാൻ ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ ടോപ്പ് വ്യൂ ലൈനെ ഞാൻ ആ ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്തു. സോ എനിക്ക് കിട്ടി, പോയിന്റ് കിട്ടി. ഈ പോയിൻ്റാണ് ഞാൻ സ്കെച്ച് യൂസ് ചെയ്യുന്നൊന്ന് ഹൈലൈറ്റ് ചെയ്ത് അറിയാൻ വേണ്ടി. ഈ പോയിൻ്റാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ട്രേസ് HT നമുക്ക് കിട്ടി. ഇനി ഇതേപോലെ VT വരയ്ക്കണം. സോ VT വരയ്ക്കാനാണ് സ്റ്റെപ്പ് എന്താ? ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ A', B' എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് പകരം ABയെ എക്സ്റ്റെൻഡ് ചെയ്യുക. XY ലൈൻ വരെ. മീറ്റ് ചെയ്യുന്ന പോയിന്റിന് സ്മോൾ ലെറ്റർ V എന്ന് പേര് കൊടുക്കുക. അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അതിലോട്ട് A', B' എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഏതാണ്? ടോപ്പ് വ്യൂ AB ആണ്. സോ ABയെ നോക്കി. AB നമ്മൾ ഓൾറെഡി AB ഇത് ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ബാക്കിയും കൂടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത്
XY ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യണം. സോ AB ലൈനെ ഞാൻ XY ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്തു. സോ കിട്ടുന്ന പോയിന്റിന് നമുക്ക് പേര് കൊടുക്കണമെന്ന് പറഞ്ഞു. സോ കിട്ടുന്ന പോയിന്റിന് ഞാനിവിടെ പേര് കൊടുക്കുകയാണ് V, സ്മോൾ ലെറ്റർ V. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. നോക്കി, സ്മോൾ ലെറ്റർ V, അവിടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. സോ ഞാൻ V പോയിന്റിൽ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പോ ആ വെർട്ടിക്കൽ ലൈനിലോട്ട് ഈ A', B' മീറ്റ് ചെയ്യിപ്പിക്കുക. അപ്പം നോക്കി, നമ്മൾ ഓൾറെഡി A', B' ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് H' വരെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈനെ എന്ത് ചെയ്താൽ മതി? വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ലൈനിലോട്ട് മീറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. സോ A', B' ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. സോ ഈ കിട്ടിയേക്കുന്ന പോയിന്റാണ് നമ്മുടെ വെർട്ടിക്കൽ ട്രേസ് VT. ക്ലിയർ ആണോ? അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ട്രേസ്, ഇത് വെർട്ടിക്കൽ ട്രേസ്. ഇവിടെയാണ് നമുക്ക് ആ ട്രേസ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ള ട്രേസ് കൂടെ നമ്മളിപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ആഡ് ഓൺ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻസിൽ ഈ ഡേറ്റാസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചിലപ്പം ആഡ് ഓൺ ആയിട്ട് ചോദിക്കാം. എന്ത് ട്രേസസ് കൂടെ, മാർക്ക് ഇറ്റ്സ് ട്രേസസ്. ഏത് മാർക്ക് ഇറ്റ്സ് വെർട്ടിക്കൽ ട്രേസ്, മാർക്ക് ഇറ്റ്സ് ഹൊറിസോണ്ടൽ ട്രേസ്, അല്ലെങ്കിൽ ട്രേസസ് മാർക്ക് ചെയ്യുക, 2 ട്രേസും മാർക്ക് ചെയ്യാം. അങ്ങനെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. അപ്പോൾ ട്രേസ് എന്താണെന്ന് അറിയണം. നമ്മൾ പറഞ്ഞു ട്രേസ് എന്താണെന്നുള്ളത്. ഹൊറിസോണ്ടൽ ട്രേസും ഉണ്ട്, വെർട്ടിക്കൽ ട്രേസും ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലായി. സോ അത് വരയ്ക്കാനുള്ളൊരു സ്റ്റെപ്സ് ഞാനിങ്ങനെ നൊട്ടേഷൻ രീതിയിൽ പറഞ്ഞു. നമ്മുടെ റഫ് സ്കെച്ചിലൂടെ നിങ്ങൾ അതും കൂടെ ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, സ്കെയിൽ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട റഫ് സ്കെച്ചിൽ. കാരണം നമ്മൾ റാൻഡമായിട്ട് വരച്ചാണ് ഈ സ്കെച്ച്. അപ്പോൾ ചുമ്മാതെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഒന്ന് കാണിച്ചാൽ മതി. H' വെർട്ടിക്കൽ ലൈൻ, അതിലോട്ട് മീറ്റ് ചെയ്യിപ്പിക്കുക ഹൊറിസോണ്ടൽ ട്രേസ് കിട്ടാൻ. VT കിട്ടാനായിട്ട് AB ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യുക, സ്മോൾ ലെറ്റർ V, വെർട്ടിക്കൽ ലൈൻ, അതിലോട്ട് A', B' എക്സ്റ്റെൻഡ് ചെയ്യുക. ഇപ്പോൾ നോക്കി, ഇത് രണ്ടും ഓപ്പോസിറ്റാണ്. ഒരു മെത്തേഡ് അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്ത മെത്തേഡ് നമുക്ക് സ്റ്റെപ്സ് പിടികിട്ടും അതിൽ നിന്ന് ട്രേസസ് മാർക്ക് ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഒന്ന് ട്രേസസ് മാർക്ക് ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങളും നിങ്ങളുടെ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തതിനകത്തിൽ എന്ത് ചെയ്യുക? ഈ ട്രേസസ് കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ.